ലെവിനെ, ഈ പാപ്പമാരൊക്കെ റെഡിയാണ്. അവര് കുറെ സമയമായിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കുറെ പേര് ഇപ്പൊ തുടങ്ങുന്നതിന് മുൻപേ തളർന്നിരിപ്പുണ്ട്. ഇതിപ്പോ എപ്പോഴാ പരിപാടി തുടങ്ങുന്നത്? എപ്പോഴാ സേതു? 5 മണിക്ക് ഉദ്ഘാടന യോഗം ആരംഭിച്ചു. 5 മണിക്ക് നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര ഷെഖാവത്ത് അടക്കമുള്ള ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം തന്നെ യോഗം പൂർത്തീകരിക്കും. അതിനുശേഷം ബോണത്താലയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാകും. അനുബന്ധിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഇവിടെ എത്തി മുൻനിരയിൽ തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അമ്മയും മക്കളും കുഞ്ഞും കുട്ടികളും ഒക്കെ ആയിട്ട് പ്രായമായ ഒരു അമ്മ അടക്കമുള്ള ആളുകൾ ബോണത്താലയുടെ ഭാഗമാകാൻ എത്തിയിരിക്കുകയാണ് അല്ലേ? ബോൺമത്തലയുടെ ഭാഗമായിട്ടിരിക്കുന്ന എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. ഇനി ഇന്നത്തെ പ്രാവശ്യം ദൈവ അനുഗ്രഹം തട്ടെ. ഇന്നത്തെ തവണയും വരും, ഒരുപാട് തവണ വരും. അപ്പോ എല്ലാ വർഷവും ഇങ്ങനെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. ആരെ മോളാണോ? അല്ല, ഞങ്ങളുടെ ആലയത്തിൽ നിൽക്കുന്നതാണ്. ഞങ്ങളുടെ ആലയത്തിൽ നിന്നാണ് ഇവരെല്ലാവരും വന്നേക്കുന്നത്. ഇവരെല്ലാവരും എവിടെ? ഏത് ആലയമാണ്? ഇവിടെ കല്ലൂര് ഭരതാന്ന് പറയും. എത്ര അന്തേവാസികളുണ്ട് അവിടെ? അവിടെ കുറച്ച് പേരുണ്ട്. ഉണ്ട്. എല്ലാവരും ഇത്തരം ഭിന്നശേഷി ഉള്ളവരാണ്. അപ്പോൾ കല്ലൂർ ആലയത്തിൽ നിന്നുമാണ് ഇവർ എത്തിയിട്ടുള്ളത്. 150-ൽ പരം ആളുകൾ അവരുമായിട്ടുണ്ട്. അവർക്ക് പിന്നിലായിരിക്കും മറ്റ് പ്ലോട്ടുകളും മറ്റ് പാപ്പാനിമാരുമൊക്കെ അണിനിരക്കുക. അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചു. ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ദൂരത്ത് ഇങ്ങനെ പാപ്പാനിമാരുടെ നിരന്തരമായിട്ടുള്ള തുടർന്ന് വരുന്ന ഓരോ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ വരുന്ന മണിക്കൂറുകളിൽ കാണാനിരിക്കുക. കഴിഞ്ഞ തവണത്തെ ഈ ബോണത്താല എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആൾക്കൂട്ടം പങ്കെടുത്ത ബോണത്താല എന്നുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയതാണ്. ഇത് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. തൃശ്ശൂരിൽ ഇതിന് തുടക്കം കുറിച്ച്. കേരളത്തിൽ ഇത്ര വിപുലമായി ആഘോഷിക്കപ്പെടുന്ന ഒരു ബോണത്താല തൃശ്ശൂർ നഗരത്തിൽ തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബോണത്താലയാണ്. മുൻപ് ഈ തൃശ്ശൂരിൽ ഈ ബോണത്താല ആരംഭിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലും തൃശ്ശൂർ ജില്ലയ്ക്ക് പുറമെ മറ്റ് ജില്ലകളിലടക്കം ഇങ്ങനെ ഭാഗികമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ബോണത്താലകളും മറ്റും ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂരിൻ്റെ ഉണ്ടായിരുന്ന മുൻ മേയറും നിലവിൽ കഴിഞ്ഞ ഭരണസമിതിയിലെ പ്രതിപക്ഷ നേതാവുമായ രാജൻ വെള്ളം ചേർത്തു. തൃശ്ശൂരിൽ എന്നാണ് ശരിക്കും ഈ ബോണത്താലയ്ക്ക് ഒരു തുടക്കം കുറിക്കുന്നത്? എങ്ങനെയാണ്? 13 വർഷങ്ങൾക്ക് മുമ്പാണ് ബോണത്താല തൃശ്ശൂർ ആരംഭിച്ചത്. 10,000-കണക്കിന് പേരാണ് ബോണത്താലയിൽ പങ്കെടുക്കുന്നത്. ഡിസംബർ 27 എന്ന് പറഞ്ഞ ദിവസമുണ്ടെങ്കിൽ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് ബോണത്താല കീഴടക്കും. നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ദിനമാണ് ബോണത്താല. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ഡിസംബർ 27 ആവാൻ കാത്തിരിക്കുന്ന ഒരു ദിനമാണ് പൂരം പോലെ പുലിക്കളി പോലെ തൃശ്ശൂരിന്റെ മതേതരത്വ സ്വഭാവം വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആഘോഷം. ബോണത്താല അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്നുവെങ്കിലും ഒരു പൗരസമിതിയാണ് നടത്തുന്നത്. മേയറാണ് അതിന് അധ്യക്ഷ. മേയറുടെ നേതൃത്വത്തിലും അതിരൂപതയുടെ നേതൃത്വത്തിലും കൂടിയാണ് നടക്കുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാ നേതാക്കളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രാഷ്ട്രീയവും ജാതിയും മറന്ന എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഒരുപാട് പേര് 10,000-കണക്കിന് പേര് ഈ ബോണത്താല കാണാൻ ഇന്നിപ്പോൾ സ്വരാജ് റൗണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പൂരവും തൃശ്ശൂർ പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂർ. ഇപ്പോൾ പാപ്പന്മാരുടെ നാടായി മാറുന്നു. പുലിക്കളിയുടെ പേരിലും തൃശ്ശൂർ അറിയപ്പെടുന്നു. അപ്പോൾ പൂരം, പുലിക്കളി, ബോണത്താല ഇന്ന് 3 വിഷയങ്ങളിലാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ അറിയപ്പെടുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട തൃശ്ശൂർ നഗരത്തിലെ ഒരു സുഹൃത്താണ് ഡേവിഡ്. അറിയാത്ത പരിപാടികളൊന്നും തൃശ്ശൂരിലില്ല. നമുക്കും പലപ്പോഴും പല സഹായങ്ങളും ചെയ്തു തരുന്ന ഡേവിഡ്, എവിടം വരെ ഈ ബോണത്താലയുടെ ആഘോഷങ്ങൾ എവിടം വരെ? ഇറങ്ങാൻ നിൽക്കാണ്. പുലിക്കടി പോലെ ഉത്സവമാണ്. എല്ലാവരും ഇനി പാപ്പന്മാരായിട്ട് തൃശ്ശൂർ നഗരത്തിൽ ഇനി കാണാം. വലിയൊരു ആവേശമാണ് എല്ലാവർക്കും. എത്ര ആളുകൾ പങ്കെടുക്കുന്നത്? എവിടം വരെ ഇതിന്റെ റാലിയുടെ നീളം ഉണ്ടാവും? തോമാസിൽ തുടങ്ങി ഇപ്പോൾ റൗണ്ട് ചെയ്ത് ഇവിടെ തന്നെ അവസാനിക്കും. സഹിനെ, പരിപാടി ഇനി എപ്പോൾ തുടങ്ങും? സേതു, പരിപാടി അല്പനേരത്തിനുള്ളിൽ തന്നെ തുടങ്ങും. പക്ഷെ ഞാൻ ഇവിടെ വന്ന് നിന്ന് ഈ ഭരത എന്ന് പറയുന്ന ഒരു സംഘത്തിന്റെ ഒപ്പമാണ്. ഇവിടെ ഒരു അച്ഛനുണ്ട്, ജസ്റ്റിൻ അച്ഛനെ ഇവരെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അച്ഛൻ പറയുന്നത് ഇത് ലൈവാണ്, എല്ലാവരും കൈപൊക്കി കാണിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കിട്ടുന്ന ഈ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ബോണത്താലെന്ന് കേട്ട എനർജി അല്ലേ? ഈ എനർജി വേണം നമുക്ക്. എത്ര പേരുണ്ട്? ഞങ്ങൾ 63 പേരുണ്ട്. 63 പേരുണ്ട്. സമ്മാനം അടിക്കുമോ? സമ്മാനം ഉറപ്പല്ലേ? അല്ലാതെ വേറെ ആർക്കും കിട്ടില്ല. സമ്മാനം കിട്ടില്ലേ? ഇതൊക്കെ അച്ഛൻ വെറുതെ പറഞ്ഞ് പറ്റിക്കണേണോ? സത്യമാണോ? സത്യം. സമ്മാനം കിട്ടും, ഉറപ്പാണ്. ഭയങ്കര കോൺഫിഡൻസ് ആണ് ചെയ്താലും. രണ്ട് സിസ്റ്റർമാരൊക്കെ ഇവിടെ ചിരിച്ചോട്ടൊക്കെ ഇരിക്കണല്ലേ, അമ്പടെ കളി. എങ്ങനെയുണ്ട്? എല്ലാ കൊല്ലവും വരാറുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് വരുന്ന. എവിടെ? ഏതാ? ഭരത തന്നെയല്ലേ?
സിസ്റ്റർ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ സിസ്റ്റർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഇതെന്ത് വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചേക്കണേടാ. അതന്നെ എന്റെ സേതു എന്തൊരു എനർജി ആണെന്ന് അറിയാമോ. മക്കളാണ് സ്റ്റെപ്പൊക്കെ പഠിച്ച അതൊന്ന് നാണിച്ചൊക്കെ നിൽക്കണേ, ഡാൻസ് കളിക്കണ്ടേ? എല്ലാരും കളിക്കോ? പഠിച്ചിട്ടുണ്ടോ സ്റ്റെപ്പൊക്കെ? അടിപൊളിയാണോ? ഇത് ആദ്യമായിട്ടാണോ വന്നത്? രണ്ടാമത് എല്ലാം എന്ന് പറഞ്ഞ് അവസാനം അതും ആന്ന് തന്നെ പറയണേ. അതായത് പറയുന്ന പോലെ ദാ ഒരു വലിയ സംഘം, ഇങ്ങനെ ഒരു കൂട്ടം കുട്ടികള്, അത് എന്തായി പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ആയിരക്കണക്കിന് ഒരു സമയം താണേ. സേതു ഭയങ്കര എനർജി ആട്ടെ ഇവർക്ക്. എന്നിട്ട് എന്റെ അമ്മോ സേതു 60 വയസ്സാവുന്നു. 60 പ്രായമൊന്നും ഡാൻസിന് രണ്ട് സ്റ്റെപ്പ് അതേ പറ്റില്ല. രണ്ട് സ്റ്റെപ്പ് കമോൺ കളിക്കുന്ന 2 സ്റ്റെപ്പ്. നിസ്സാര ആളൊന്നുമല്ല സേതു, നിസ്സാര ആളൊന്നുമല്ല. 2, 3, 4 സ്റ്റെപ്പൊക്കെ ഇടാന്ന് പറഞ്ഞ് എന്തായാലും ഒരാൾ ഇവിടെ നിന്ന് ഇതൊക്കെ പകർത്തണ്ട. ഇത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ. ഇതൊക്കെ എന്തിനാ ഇത് പകർത്തിക്കൊണ്ട് പോകണം? സത്യം പറ. എന്താ പേര്? ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച്. എന്റെ പേര് പ്രിയ. ഇതൊക്കെ കൊണ്ടേ കാണിക്കാനാണോ? അല്ലല്ല, ചുമ്മാ എടുത്തതേ ഉള്ളൂ. എന്തായാലും അടിപൊളിയാണ് സേതു. ഇവിടെ ഇങ്ങനെ ഭയങ്കര രസമുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല. ഇതേ ഒരു പപ്പാഞ്ഞിന് മേളിലൊക്കെ കയറ്റി നിർത്തിയിട്ടുണ്ട്. ഇത് അടിപൊളി സെറ്റപ്പാണ് സേതു. ഞാൻ കഴിഞ്ഞ തവണ വന്നിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും അധികം ആളുകളില്ലായിരുന്നു. ഇത്തവണ ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് എന്തിനാ ഈ ഒച്ചയെടുക്കണം അതൊന്ന് പറഞ്ഞതായിരിക്കും. ഏയ് എങ്ങനെയുണ്ട് മക്കളാണ് പോലെ? ഇങ്ങോട്ട് വാ ചോദിക്കട്ടെ. ഒച്ചെടുത്തല്ലേ ഇങ്ങോട്ട് വാ ഓടി. അതെ ചോദിക്കാൻ തയ്യാറാട്ടെ. എങ്ങനെയുണ്ട്? എത്ര പേരുടെ സംഘം? എല്ലാവരും ഒരേപോലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. എത്ര ദിവസം പ്രാക്ടീസ് ചെയ്ത്? 4 ദിവസം. സമ്മാനം കിട്ടുമോ? പിന്നെ കിട്ടും. എനിക്ക് ഇയാൾ സ്റ്റെപ്പ് കയറ്റിക്കാനുള്ള സാധ്യത കൂടുതലാട്ടാ. ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളത് ഇനി അതിനെ ക്രൂശിക്കണ്ട. എന്തായാലും സേതു അടിപൊളി സെറ്റപ്പാ സേതു, ഒന്നും പറയാനില്ല. ഇവിടുന്ന് പാപ്പമാരുടെ ഒരു നീണ്ട നിരയാണ്. ഞാൻ പറഞ്ഞതുപോലെ ബോൺ നദാല എന്ന് പറയാൻ നേരത്തെ ഞാൻ തൃശ്ശൂരിൽ എപ്പോഴും വരുന്നത് ഒന്നല്ലെങ്കിൽ പുലികളെ റിപ്പോർട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഹലോ കൊള്ളാലോ ഇഷ്ടംപോലെ ഉണ്ടല്ലോ സേതു. ഇത് കാണത്തെ ഞങ്ങളെ കുറച്ച് അമ്മച്ചിമാര്. ഇത് അടിപൊളിയാണ്. ചട്ടയും മുണ്ടൊക്കെ എടുത്ത് ഡാൻസ് ഉണ്ടോ? ഒന്ന് കാണിച്ചേ, 2 സ്റ്റെപ്പ് കാണിച്ചാ. കമോൺ അതൊന്നും നടക്കൂല. മാർഗംകളി ഇപ്പൊ തുടങ്ങാം. കമോൺ തുടങ്ങട്ടെ. റെഡി 1, 2, 3 സ്റ്റാർട്ട്. ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് പഠിച്ചത്? എന്താ പേര്? എന്റെ പേര് ത്രേസ്യ. ത്രേസ്യ അമ്മച്ചി എത്ര വയസ്സുണ്ട്? ത്രേസ്യ അമ്മച്ചിക്ക് വയസ്സ് പറഞ്ഞാൽ അത് ശരി ചെറുപ്പം പോവും എങ്കിലും പ്രശ്നമില്ല. ത്രേസ്യ അമ്മച്ചി അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടാ. കൊള്ളാലോ. ഇതൊക്കെ എങ്ങനെ എല്ലാവരും അയൽവാസികളാണോ? ഇടവകയിലെ മാതൃസംഘം. ഇടവകയുടെ കീഴിലാണ് ഈ മാർഗംകളി പഠനമൊക്കെ. യഥാർത്ഥത്തിൽ കുറെ നാളായി ചട്ടയും മുണ്ട് കൊടുത്ത ആളുകളെ കണ്ടിട്ട്. ഇത് ആദ്യമായിട്ടാണോ ചട്ടയും മുണ്ട് കൊടുക്കുന്നത്? അല്ല, ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണല്ലേ? ഏതു ഇവർ ഈ പാവർട്ടി ഇടവകയിലെ മാർഗംകളി ടീമാണ്. ഇത് സ്ഥിരം പരിപാടിയാണെന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം. എത്ര പേരുണ്ട്? 2, 4, 6, 8, 9 പേരല്ലേ? 9 പേരുടെ സംഘമാണ്. എല്ലാവരും നന്നായിട്ട് മാർഗം കളിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പോക്കോട്ടെ സേതു. അത് തന്നെയാണ് സേതു. എന്തായാലും വ്യത്യസ്തമായ പല സംവിധാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവും. അതെ തല ഒരു ടീം ഇത് കണ്ട നമ്മുടെ ഈ സീരിയൽ ബൽബൊക്കെ ഇട്ട് തല മുഴുവൻ കത്തിക്കൊണ്ടിരിക്കണല്ല. ഇതെന്തിത് മുഴുവൻ ഇത് തിളങ്ങിക്കൊണ്ടിരിക്കണം. തല മുഴുവൻ തിളങ്ങിക്കൊണ്ടിരിക്കണം സേതു. ഇത് കൊള്ളാലാ. സ്ഥലം എന്താണ്? കുരുമിച്ചി. എന്തൊക്കെയോ പറയണേ, എന്തൊക്കെയോ പേരൊക്കെ പറയണ്ടേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനിത് എല്ലാം അംഗീകരിക്കുന്നത്. മക്കളെന്താ പേര്? എനിക്കില്ലേ കത്തല്ലേ? കത്തട്ടെ. സേതു ഇത് തന്നെയാണ് സേതു. നിങ്ങൾ എത്ര പേരുടെ സംഘമാണ്? 50 രൂപ. ഉറപ്പായിട്ടും. എടേ നീ വെറുതെ പറഞ്ഞാണേ. ആ ചേച്ചി അത് ഏറ്റു പറയുകയും ചെയ്ത്. ഇവരെല്ലാവരും ഒരുമിച്ചുള്ള സംഘമാണ്. പുതിയ ടീമുകൾ എല്ലാം കണ്ടടോ. ഞാൻ കണ്ടുപിടിച്ചടോ. ഡാൻസ്
അങ്ങനെ ഒരു സേതു എന്തായാലും നല്ല അടിപൊളിയാണ് സേതു. ഇത് പെട്ടെന്ന് തീരുമെന്ന് എനിക്ക് തോന്നല്ല. ഇതിങ്ങനെ പെട്ടെന്ന് തീരാനുള്ള സാധ്യത ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എടേ ഒന്ന് പറയട്ടെടേ, സമ്മതിക്ക് സേതു. അടിപൊളി പരിപാടി. ഇനി ലെവിന്റെ അടുത്തേക്ക് കുറച്ചു നേരം പോകും. ഞാൻ